കൈലാസദരീശകോണേ സുരവിടവിതടെ പാടിയേ മണ്ഡപേശൻ മാതങ്കാരാദി. ഏവർക്കും വിഷുവിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. കൊടസോൺ ടിവിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ബോക്സിലേക്ക് ഇടാൻ മറക്കരുത്. ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് 2005 ഏപ്രിൽ മാസം 13-ാം തീയതി മുതൽ ആഴ്ച ഫലമാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. 27 നക്ഷത്രങ്ങളിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളാണ് നമ്മളുടെ കാര്യങ്ങളിലേക്ക് വരുന്നത്. ആദ്യമായിട്ട് അശ്വതി നക്ഷത്രം. തൊഴിൽ മേഖലകളിൽ നിന്ന് സാമ്പത്തിക ധനം വർദ്ധിക്കും. സുഹൃത്തുക്കളുടെ സഹായ ഗുണം ഉണ്ടാകും. പ്രവർത്തന മേഖലകളിൽ വിപുലീകരണത്തിനായി ജോലിക്കാരെ നിയമിക്കും. അനുബന്ധമായി വ്യാപാരം തുടങ്ങുവാൻ വിദഗ്ധ ഉപദേശം തേടാൻ ഇടയാകും. ഭരണി. സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ മനസ്സ് തൃപ്തിയോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കും. സംശയാസ്പദമായ സാഹചര്യങ്ങൾ സ്ഥിരീകരിച്ചതിനാൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇടയാകും. കാർത്തിക. പുതിയ കരാർ ജോലിയിൽ ഒപ്പുവയ്ക്കാൻ ഇടയാകും. അസുഖങ്ങൾക്ക് ആയുർവേദ ചികിത്സ തുടങ്ങും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. വിദേശത്ത് സ്ഥിരതാമസത്തിന് അനുകൂല ഫലം ലഭിക്കും. രോഹിണി. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ കഴിയുമെങ്കിലും അഹംഭാവം ഉപേക്ഷിക്കാൻ മറക്കരുത്. ബന്ധുവിൻ്റെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്താനിടയാകും. കഫ നീർദോഷ രോഗങ്ങളാൽ ബുദ്ധിമുട്ടാൻ ഇടവരും. മകയിരം. മാതാപിതാക്കളുടെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ അഭിമാനം സന്തോഷവും തോന്നും. ഭാവനകൾ യഥാർത്ഥ്യമാകും. മത്സരങ്ങളിൽ വിജയിക്കും. ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വസ്ഥത കൂടുതൽ അനുഭവപ്പെടും. തിരുവാതിര. നിലവിലുള്ള ഗ്രഹം വിൽപ്പന ചെയ്ത് വിസ്തൃതയുള്ള ഗ്രഹം വാങ്ങുവാൻ തയ്യാറാകും. പ്രമേഹ രോഗം വർദ്ധിക്കും. പുണർദം. സംതൃപ്തിയുള്ള സ്ഥലത്തേക്ക് വിവാഹത്തിലേക്കും ഉദ്യോഗ കയറ്റമുണ്ടാകും. പല പ്രകാരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾക്കും വിരാമം വന്നതിനാൽ ആശ്വാസം ഉണ്ടാകാനിടയുണ്ട്. പൂയം. ഉദ്യോഗമന്വേഷിച്ചുള്ള വിദേശയാത്ര വിഫലമായി പോകും. അപകീർത്തി ഒഴിവാക്കുവാൻ ഉന്നത സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. അഭ്യുദയങ്ങൾ പലത് കേൾക്കുമെങ്കിലും സത്യാവസ്ഥ അറിയാതെ പ്രതികരിക്കരുത്. ആയില്യം. അപര്യാപ്തകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ജീവിത പങ്കാളിയോട് ആദരവ് തോന്നാൻ ഇടയുണ്ട്. നിന്ദാശീലം ഒഴിവാക്കാൻ മറക്കരുത്. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും. നിരീക്ഷണങ്ങൾ വിജയം കൈവരിക്കാനിടയാകും. മകം. വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും.
പ്രയത്ന ഫലങ്ങൾക്കനുഭവമായി അത്യധ്വാനം വേണ്ടിവരും. സഹപ്രവർത്തകരുടെ എതിർപ്പ് മൂലം സ്ഥലം മാറ്റത്തിന് അപേക്ഷ നൽകാൻ ഇടയാകും. പൂരം നിർധനർക്ക് സഹായം ചെയ്യാൻ ഇടയാകും. വിദഗ്ധോപദേശത്താൽ ഹ്രസ്വകാല സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും. കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കാൻ നിർബന്ധിതനാകും. ഉത്രം വിദേശയാത്ര മാറ്റിവെക്കും. നടപടിക്രമങ്ങളിൽ ദൃഢതയും സുതാര്യതയും വേണ്ടിവരും. മാസത്തിൽ ഒരിക്കൽ ഗ്രഹത്തിൽ വന്നു പോകാൻ തക്കവണ്ണം ഉദ്യോഗ മാറ്റമുണ്ടാകും. പുണ്യ തീർത്ഥ ഉല്ലാസയാത്രയ്ക്ക് ഇടയാവും. അത്തം ഉപരിപഠത്തിന്റെ അന്തിമ ഭാഗമായ പദ്ധതി സമർപ്പണത്തിന് തയ്യാറാകും. ആത്മപ്രശംസ അബദ്ധങ്ങൾക്ക് വഴി ഒരുക്കും. സംസാര ശൈലിയിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗ മാറ്റം ഉണ്ടാകും. സാമ്പത്തികവും ആനുകൂല്യങ്ങളും വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗ കയറ്റം ഉണ്ടാകും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയിക്കാൻ ഇടയാകും. ദാമ്പത്യ ഗുണവും ബന്ധുഗുണവും മാതൃ പിതൃ സുഖവും ഉണ്ടാകും. ചോതി സാമ്പത്തിക ഐക്യതയും ബന്ധു സഹായവും ആരോഗ്യ പുഷ്ടിയും ഉണ്ടാകാനിടയുണ്ട്. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകും. കഫ നിർദോഷ രോഗപീഠകളാൽ അസ്വസ്ഥത അനുഭവപ്പെടും. വിതരണ വിഭാഗം വിപുലീകരിക്കാൻ കർമ്മോത്സുകരായവരെ നിയമിക്കാൻ ഇടയാകും. വിശാഖം സാധാരണ വ്യക്തിത്വമുള്ളവരുമായ സഹോദരത്തിൽ ഏർപ്പെടുവാൻ അവസരമുണ്ടാകും. കുടുംബ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കാൻ ഇടയാകും. അനിഴം സ്വന്തം ബുദ്ധിയും അന്യരുടെ പണവും സമന്വയിപ്പിച്ച് ചെയ്യുന്ന പദ്ധതികളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകാൻ ഇടയാകും. പുതിയ വാഹനം വാങ്ങാൻ ഇടവരും. പുത്രപൗത്രാദികളുടെ സംരക്ഷണത്തിനായി വിദേശയാത്ര പുറപ്പെടും. തൃക്കേട്ട ആഗ്രഹ നിർവൃത്തിക്ക് അശ്രാന്ത പരിശ്രമം വേണം. ഈശ്വര അർപ്പിതയ്ക്കായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും. ഉദ്യോഗത്തിൽ പുനർനിയമനം സാധ്യമാകാൻ ഇടയുണ്ട്. മൂലം സംഘടിത ശ്രമങ്ങൾ വിജയിക്കും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. പുതിയ പഠന വിഷയം ആലോചിച്ച് മനോവിഷമം തോന്നും. ആഗ്രഹിച്ച കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. പുരാടം അശരണവരായവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാൻ ഇടവരും. പ്രായത്തിലും ഉപരി പക്വതയുള്ള പുത്രന്റെ സമീപനത്തിൽ ആത്മാഭിമാനം തോന്നും. പുതിയ വ്യാപാരത്തിന് തുടക്കം കുറിക്കും. വിദേശയാത്ര സഫലമാകാൻ ഇടയാകും. ഉത്രാടം ആഗ്രഹ സാഫല്യത്തിനായി അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. സന്താനങ്ങളുടെ സംരക്ഷണം ആശ്വാസത്തിന് വഴിയൊരുക്കും. ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിൽ ചേരും. വ്യവസ്ഥകൾ പാലിക്കുവാൻ സാധിക്കയില്ല. തിരുവോണം വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ആരോഗ്യ
സംരക്ഷണത്തിന്റെ ഭാഗമായി പ്രാണായാമവും വ്യായാമവും ശീലിക്കും. വിദേശ ഉദ്യോഗത്തിന് അവസരം ലഭിക്കും. നിർമ്മാണത്തിനുള്ള ഭൂമി വാങ്ങുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതും. അവിട്ടം സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും വർദ്ധിക്കുന്ന ഉദ്യോഗത്തിന് നിയമാനുസൃതമായ അനുമതി ലഭിക്കും. അപേക്ഷിച്ച പദ്ധതിക്ക് അംഗീകാരം ലഭിക്കും. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ കഴിയുമെങ്കിലും അഹംഭാവം ഒഴിവാക്കാൻ മറക്കരുത്. ചതയം മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. വിവാഹം തീരുമാനമാകും. ആനുകൂല്യങ്ങളും വർദ്ധിക്കും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനം തോന്നും. പൂരിട്ടാതി ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ദുശീലങ്ങൾ ഉപേക്ഷിക്കും. ആസൂത്രിത പദ്ധതികളാണെങ്കിലും വിദഗ്ധോപദേശം തേടാതെ പണം മുടക്കരുത്. അധ്വാന ഭാരത്താൽ പലപ്പോഴും അവധി എടുക്കേണ്ടി വരും. ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശന കർമ്മം നിർവഹിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാവും. വിഷമഘട്ടങ്ങളിൽ വന്നു ചേരുമെങ്കിലും യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അതിജീവിക്കാൻ സാധിക്കും. രേവതി പുതിയ വ്യവസായ മേഖലകൾക്ക് തുടക്കം കുറിക്കും. പൂർവിക സ്വത്ത് വിൽപ്പന ചെയ്ത് പട്ടണത്തിൽ വസ്തു വാങ്ങാൻ ഇടവരും. ആസൂത്രിത പദ്ധതിയിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ ഇടയാവും. ഇതോടുകൂടി നക്ഷത്രപരയുടെ അവസാനിക്കുന്നു. നമസ്കാരം. നിങ്ങളുടെ പേരും നാളും ഇടാൻ മറക്കരുത്. പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ എന്നാണ്. ഞാൻ ചങ്ങനാശ്ശേരിക്ക് വടക്കുവശത്താണ് താമസിക്കുന്നത്. ജ്യോതിഷമായ ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് നേരിൽ വരികയോ ഫോണിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ഫോൺ നമ്പർ 99 47 54 21 79.